BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കഴിയുന്നവർ അധികൃതർ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ ശ്രദ്ധിക്കണമെന്നും കരകവിഞ്ഞൊഴുകുന്ന പുഴകൾക്കും ജലാശയങ്ങൾക്കും സമീപം പോകാതിരിക്കുകയും മലയോര മേഖലകളിലേക്കുള്ള രാത്രിയാത്ര പൂർണ്ണമായും ഒഴിവാക്കണമെന്നുമാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രായമായവർ, കുഞ്ഞുങ്ങൾ, രോഗികൾ എന്നിവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകി പരസ്പരം താങ്ങാവുകയും വ്യാജവാർത്തകളിൽ വഞ്ചിതരാകാതെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും പോലീസിന്റെയും ഔദ്യോഗിക അറിയിപ്പുകൾ മാത്രം വിശ്വസിക്കുന്നതിനും അടിയന്തര സഹായത്തിന് പോലീസ്, ഫയർഫോഴ്സ് എന്നിവരെ ബന്ധപ്പെടണമെന്നുമാണ് ആഭ്യന്തരമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. കടൽക്ഷോഭത്തെ തുടർന്ന് ഗതാഗത തടസ്സം നേരിടുന്ന റോഡുകൾ പുനഃസ്ഥാപിക്കാൻ പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളതായും മഴക്കാലത്ത് പകർച്ചവ്യാധി വ്യാപിക്കാനുള്ള സാധ്യത മുൻനിർത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം പത്തനംതിട്ടയിൽ കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ ആളുകൾ ജാഗ്രതാ നിർദ്ദേശം കർശനമായി പാലിക്കാനും ക്യാമ്പുകളിലേക്ക് ഉടൻ മാറാനുമാണ് മന്ത്രി PC വിശ്വനാഥ് നിർദ്ദേശിച്ചിട്ടുള്ളത്. വീടുകളുടെ ടെറസ് സുരക്ഷിതമെന്ന് കരുതരുതെന്നും അതീവ ജാഗ്രത വേണ്ട സമയമാണെന്നും മൂഴിയാർ ഡാം ഏതു സമയവും തുറക്കേണ്ടി വരുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം അടുത്ത ദിവസം 10 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.